ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. തുടർന്ന് നമ്മളൊരു ആത്മീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഈ സമയം ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അരൂപിയാണ് സകല കാര്യങ്ങളെയും വ്യത്യാസപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനം എനിക്ക് നിങ്ങൾക്ക് അനുഗ്രഹമോ ശാപമോ ആയി മാറുന്നത് ദൈവാത്മാവിന്റെ പ്രവർത്തനം അനുസരിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. കുട്ടികളും മുതിർന്നവരെല്ലാം ഒരുമിച്ച് കൂടെ ആരെങ്കിലും വരാണെങ്കിൽ അവരെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിളിക്കുക, കൂട്ടായ്മയോട് ചേർന്ന് നിർത്തുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ, കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ. വഴക്കിലും വെറുപ്പിലും ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഓരോ ജീവിതങ്ങളെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. പൈശാചിക ശക്തികളെ ഈ കുടുംബങ്ങളിൽ നിന്ന് പായിക്കണമേ. ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അത്തിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേനി അത്തിയയക്കൂ. രോഗത്തിൻ ശക്തിമേനി അത്തിയയക്കൂ. ശക്തിമേനി അത്തിയയക്കൂ. ദൈവമേ അത്തിയയക്കൂ. പാപത്തിൻ ശക്തിമേനി അത്തിയയക്കൂ. രോഗത്തിൻ ശക്തിമേനി അത്തിയയക്കൂ. ശക്തിമേനി അത്തിയയക്കൂ. ദൈവമേ അത്തിയയക്കൂ. ഒരുമിച്ച് പാപത്തിൻ ശക്തിമേനി അത്തിയയക്കൂ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ ശക്തിമേനി അത്തിയയക്കൂ. ശക്തിമേനി അത്തിയയക്കൂ. ആത്മാവ ദൈവമേ അത്തിയയക്കൂ. ആത്മാവേ അത്തിയായി നിറയണമേ. ആത്മാവേ അത്തിയായി നിറയണമേ. ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി വിടുവിക്കണമേ. അന്ധകാരങ്ങൾ കോട്ടകൾ തകരട്ടെ. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്നെ തരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർത്തിടുന്നു. പരിശുദ്ധാത്മാവേ, പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്നെ തരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർത്തിടുന്നു. ആത്മാവേ അത്തിയായി നിറയണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ അത്തിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേനി അത്തിയയക്കൂ. രോഗത്തിൻ ശക്തിമേനി അത്തിയയക്കൂ. തകർച്ചയുടെ ശക്തിമേനി അത്തിയയക്കൂ. ആത്മാവ ദൈവമേ അത്തിയയക്കൂ. പാപത്തിൻ ശക്തിമേനി അത്തിയയക്കൂ. രോഗത്തിൻ ശക്തിമേനി അത്തിയയക്കൂ. തകർച്ചയുടെ ശക്തിമേനി അത്തിയയക്കൂ. ആത്മാവ ദൈവമേ അത്തിയയക്കൂ. ആത്മാവ ദൈവമേ അത്തിയയക്കൂ. പരിശുദ്ധാത്മാവേ, ദൈവമേ അത്തിയയക്കൂ. പരിശുദ്ധാത്മാവേ, ദൈവമേ അത്തിയയക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. ഈ നിമിഷങ്ങളിൽ ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്.
എൻ്റെ പേര് ഓമന. ഞാൻ താവളത്തു നിന്ന് വരുന്നു. താവളം സഖിയോൻ ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഈ താവളത്തു നിന്ന് തന്നെയാണ് ഓമന എത്തിയിരിക്കുന്നത്. എനിക്ക് 4 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ ആദ്യ സാക്ഷ്യം പറഞ്ഞ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയ്ക്ക് അലസറും ഗ്യാസും കാരണം ഭയങ്കര ഇതായിരുന്നു, നെഞ്ചുവേദനയും എല്ലാം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി. എന്നാലും ഞാൻ അച്ഛനോട് തമ്പുരാനോട് പ്രാർത്ഥിച്ചു, ഇവിടെ ഒരാഴ്ച ഒന്ന് ധ്യാനം കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ അത് കഴിഞ്ഞ് 3 ആഴ്ച ഞാൻ വന്നു. പക്ഷെ അന്ന് പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞു ഇവിടെ ശനിയാഴ്ച സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നു. പക്ഷെ അന്നെല്ലാം തിരക്കായിരുന്നു, തിരക്കൊണ്ട് പറ്റിയില്ല. അപ്പൊ ഈ കർത്താവ് അവസരം കൊടുത്തു. അതെ, അതുകൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ എന്റെ കൈക്ക് വേണ്ടി ഞാൻ അന്ന് വന്നപ്പോ തമ്പുരാനോട് പ്രാർത്ഥിച്ചിരുന്നു. അലർജിയാണ്, അലർജി കാരണം പഴുപ്പും ഒക്കെ വന്നിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി നല്ല പഴുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോ അതെല്ലാം മാറി. പിന്നെ എന്റെ 2 സൈഡ് നല്ല പല്ലുവേദനയായിരുന്നു. അപ്പൊ ഞാൻ നല്ല രാവിലെയും വൈകുന്നേരം നല്ല പല്ല് വെച്ചിട്ട് ഞാൻ തമ്പുരാന്റെ വെള്ളം ലേശം നേരം വായിക്ക് വയ്ക്കും. അങ്ങനെ 2 ദിവസം ചെയ്തപ്പോഴത്തേന് ആ പല്ലുവേദന എല്ലാം വെഞ്ചിരിച്ച വെള്ളം നന്നായിട്ട് പല്ലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെഞ്ചിരിച്ച വെള്ളം അപ്ലൈ ചെയ്യും. അപ്പൊ എന്തായി? എല്ലാം മാറി, എല്ലാം വിട്ടുപോയി. പിന്നെ എന്റെ മോനെ സ്കൂളിലേക്കേ പോവില്ലായിരുന്നു. മടിയാണ്. പക്ഷെ 1ാം ക്ലാസ്സിലെ ചേർത്തിട്ടുള്ള, എന്നാലും പോവില്ല, മടിയാണ്. തമ്പുരാൻ ഞാൻ ആന്റണി അച്ഛൻ്റെ അടുത്ത് വന്നു, തലയ്ക്ക് കൈവച്ച് നല്ല പ്രാർത്ഥിച്ചു. അപ്പൊ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. എല്ലാ മടിയും കൂടാതെ പോകാൻ തുടങ്ങി. തലയ്ക്ക് പിടിച്ച് ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അതിർപ്പികളെ വിട്ടുപോയി. അതിന് ബോധം തന്നെ. പിന്നെ നല്ല റെഡി ആയിട്ട് തുള്ളിച്ചാടി. ഇപ്പൊ സന്തോഷമായിട്ടല്ല പോണത്. നല്ല സ്കൂൾ, നല്ല സന്തോഷമായി, നല്ല മിടുക്കനായവൻ. ഫ്രൈസ് സന്തോഷമായി തുള്ളിച്ചാടി അവന് സ്കൂളിൽ പോകാൻ വേണ്ടി സമയം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഫ്രൈസ് അലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ ദൈവം വളരെ പ്രത്യേകമായ ഒരു ദൂത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. വചനത്തിൽ ഇങ്ങനെയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്: വികട ബുദ്ധികൾ കർത്താവിന് വെറുപ്പ് ഉളവാക്കുന്നു, നിഷ്കളങ്ക ഹൃദയർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. വചനം നമുക്ക് നേരിട്ട് പറയാം. വികട ബുദ്ധികൾ കർത്താവിന് വെറുപ്പ് ഉളവാക്കുന്നു, നിഷ്കളങ്ക ഹൃദയർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന ഒരു ദൈവവൈദ്യ അനുഭവം ഇന്ന് കർത്താവ് നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്റെ പേര് അജിൻ ഘോഷ്, തലഞ്ഞി ഇടവകയിൽ നിന്ന് വരുന്നു. തലഞ്ഞിയിൽ നിന്ന് അജിൻ ഘോഷ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. 3 വർഷമായി എന്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. പല മരുന്നുകളും കഴിച്ചു, പക്ഷെ അത് ഉണങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ശാലോം ടെലിവിഷനിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ട് രോഗിനാഥൻ എന്ന് പറഞ്ഞ പുസ്തകം കാലിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രോഗികളുടെ നാഥൻ എന്ന പുസ്തകമാണ് അല്ലേ? പുസ്തകല്ലേ ഇതാണോ? ഇത് അല്ലേ? ഇത് തന്നെയല്ലേ? ഇതാ, ഇത് ഞാൻ നേരത്തെ കരുതി. ഇതുകൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞാൻ ഈ പുസ്തകം നേരത്തെ കരുതി വെച്ചിരിക്കുകയായിരുന്നു. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി, ഈ ഒരു പുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും 10,000-കണക്കിന് അത്ഭുതങ്ങൾ ലോകത്തിൽ നടന്നതായിട്ട് പല സാഹചര്യങ്ങളെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ധ്യാനത്തിൽ ഇതാ ഒരു കുട്ടിയെ കർത്താവ് ഉയർത്തിയിരിക്കുകയാണ്. അവരെന്ത് ചെയ്തു? ഇത് എത്ര നോക്കിയിട്ട് വ്രണം കരിയുന്നില്ല. അവസാനം എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് ഈശോയുടെ രൂപം അങ്ങോട്ട് ചേർത്ത് വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച് രോഗികൾ ഇതിനകത്ത് മുഴുവൻ വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 5 രൂപ 6 രൂപ ചെറിയൊരു വിലയുള്ള പുസ്തകമാണ്. പ്രിയപ്പെട്ട സഹോദരി, ഈ വചനം അങ്ങോട്ട് ചേർത്ത് വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എന്തായി മോനെ? പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ മുറിവ് ഉണങ്ങി കരിഞ്ഞിരിക്കുക. പിറ്റേ ദിവസം നോക്കുമ്പോൾ മുറിവ് അങ്ങോട്ട് കരിഞ്ഞുണങ്ങിയ അനുഭവമാണ് ഈ കുട്ടിക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ഈ കുട്ടി അങ്ങോട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു പ്രകടമായൊരു അത്ഭുതം ചെയ്ത് ഈ കുട്ടിയെ അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിഷ്കളങ്കത്തിന് അഭിഷേകം തുറന്ന് കർത്താവിനോട് പറയാനുള്ള അഭിഷേകം നിറയട്ടെ. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്നും കൂടെ ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കർത്താവിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ദൂത് കർത്താവ് നമുക്ക് തരികയാണ്. വികട ബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു. ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതും അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അത് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതായ ഒരു ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടും. അതിന് ഒരു മറുമരുന്ന് ബൈബിളിൽ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വികടബുദ്ധിയാണെങ്കിലും ഒരു ദുർബുദ്ധിയാണെങ്കിലും ഒരു താന്തോന്നിയാണെങ്കിലും അവൻ്റെ ജീവിതത്തിലെ ആ തകർച്ചകളിൽ നിന്ന് അവന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു മറുവിദ്യ, ഒരു മറുമരുന്ന് ബൈബിളിൽ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ജ്ഞാനവും പ്രബോധനവും സ്വീകരിക്കുക, മാർഗദർശനം സ്വീകരിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം, സുഭാഷിതം 11:14. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. വചനം നമുക്ക് ഏറ്റു പറയാം. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജനത അല്ലെങ്കിൽ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു വംശം, ഒരു കുടുംബം, ഒരു സമൂഹം, ഇതിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മാർഗദർശനം. പ്രൈസ് ദി ലോർഡ്. ഒരു കുടുംബത്തിന് മാർഗദർശനം ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മാർഗദർശനം ലഭിക്കുന്നില്ലെങ്കിൽ, ഒരു സമുദായത്തിന് മാർഗദർശനം ലഭിക്കുന്നില്ലെങ്കിൽ, ഒരു മാർഗദർശനം നൽകാൻ ഒരാളില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ജനത നിലംപതിക്കും. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. മാർഗദർശനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 36-ാം അധ്യായം 18-ഉം 19-ഉം തിരുലിഖിതങ്ങളിൽ അതിൻ്റെ കാരണം ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് അതൊന്ന് വായിച്ചു കേൾക്കാം. ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു, എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മ ബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദരത്തിലേക്ക് ഏത് ഭക്ഷണം കൊടുത്താലും ചെല്ലും. അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അത് മാങ്ങയാകട്ടെ, തേങ്ങയാകട്ടെ, ചക്കയാകട്ടെ, അത് എന്തു തന്നെ ആകട്ടെ, ചോറാകട്ടെ, ഗോതമ്പാകട്ടെ, എന്തു തന്നെ ആകട്ടെ, ഉദരത്തിലേക്ക് കൊടുത്താൽ അത് സ്വീകരിക്കും. അത് അതിൻ്റെ രീതിയാണ്. ഉദരം ഏത് തരം ഭക്ഷണവും സ്വീകരിക്കുന്നു. അതുപോലെയാണ് ചില സമൂഹങ്ങൾ അല്ലെങ്കിൽ ചില കുടുംബങ്ങൾ. അപ്പോൾ ജ്ഞാനിയായ ഒരു വ്യക്തി ആ സമുദായത്തിന്, ആ സമൂഹത്തിന്, ആ കുടുംബത്തിന്, ആ വ്യക്തിക്ക് ആത്മീയമായ ഒരു മാർഗദർശനം അല്ലെങ്കിൽ ദൈവികമായ ഒരു മാർഗദർശനം കൊടുത്തില്ലെങ്കിൽ ആ സമൂഹം ആത്മീയമായി അധപതിച്ചു പോകുമെന്ന് തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്. ഉദരത്തിലേക്ക് പോകുന്ന ഭക്ഷണം പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കരുത്. ഇതാണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്. വചനം വായിക്കാം. ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു, എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ട്. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മ ബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. അപ്പോൾ ജ്ഞാനിയായ സൂക്ഷ്മബുദ്ധിയായ ഒരു നാവ് രുചി കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ തിരിച്ചറിയുന്നത് പോലെ, ഇറച്ചികളെ തമ്മിൽ വേർതിരിച്ചറിയുന്നത് പോലെ, രുചികളെ തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ജ്ഞാനി മാർഗദർശനം നൽകുന്ന വ്യക്തി അത് വേർതിരിക്കുക. ആപത്തേത്, നന്മയേത്, സത്യമേത്, വ്യാജമേത്, നഷ്ടമേത്, ലാഭമേത് ജ്ഞാനി തിരിച്ചറിഞ്ഞ് തൻ്റെ സമുദായത്തിന്, തൻ്റെ കുടുംബത്തിന്, തൻ്റെ അല്ലെങ്കിൽ തൻ്റെ അധീനതയുള്ളവർക്ക് ഉപദേശം കൊടുക്കും. അതിൻ്റെ പേരാണ് മാർഗദർശനം.
ദർശനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ അതിൽ 23-ാം തിരുലിഖിതം, ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും, അവന്റെ വിവേകത്തിന്റെ ഫലം വിസ്മയനീയമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനികളെ പ്രോത്സാഹിപ്പിക്കുകയും ഉപദേശങ്ങളെ സ്വീകരിക്കുകയും ചെയ്ത വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ സമുദായങ്ങൾ, അവരുടെ രാജ്യങ്ങൾ, ജനതകൾ, ഓരോ ഗോത്രങ്ങളും അത്ഭുതകരമായി വിസ്മയനീയകരമായ വിധത്തിൽ ദൈവത്തിന്റെ അനുഭവത്തിൽ വളർന്നു വന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്ന ചിലരുണ്ട്. ജ്ഞാനികളെ സ്വീകരിക്കുന്നില്ല. അത് മാതാപിതാക്കന്മാർ പറയുന്ന വാക്കുകളാകട്ടെ, അല്ലെങ്കിൽ അത് ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗങ്ങൾ പറയുന്ന വാക്കുകളാകട്ടെ, പ്രാർത്ഥിക്കുന്നവർ പറയുന്നതാകട്ടെ, ഇടവകയിലെ വികാരിച്ച് പറയുന്നതാകട്ടെ, അതും അല്ലെങ്കിൽ നല്ല പ്രാർത്ഥനയും ഒരുപാട് ആത്മീയ ലോകജ്ഞാനമുള്ള നേതൃത്വ നിരയിലുള്ളവർ പറയുന്നതാകട്ടെ, അതിനെ തൃണവൽഗണിച്ചു പോകുന്ന ചില ജീവിതങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം അതിൽ 11-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നതിന്റെ നില ശോചനീയമാണ്. അവന്റെ അധ്വാനം വ്യർത്ഥവും അവന്റെ പ്രത്യാശ നിഷ്ഫലവുമാണ്. അവൻ ഉണ്ടാക്കി കൂട്ടുന്നത് നിരുപയോഗപ്രദമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ദൈവം തന്ന നന്മയെ അനുഭവിക്കാൻ ഒരു ഭാഗ്യം കിട്ടണമെങ്കിൽ, ദൈവം തന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഗുണപ്പെടണമെങ്കിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ജ്ഞാനം സ്വീകരിക്കണം, ഉപദേശം സ്വീകരിക്കണം, വിധേയപ്പെടണം. ഇത് കർത്താവിൻ്റെ ഒരു ക്രമീകരണം തന്നെ. എന്നിട്ട് ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് ഒരു ഉപദേശം തരികയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, ദൗർഭാഗ്യം ഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും മാറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൗർഭാഗ്യത്തിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അതിനെ ഭാഗ്യമാക്കി മാറ്റാൻ ഒരു ജ്ഞാനിയുടെ ഉപദേശത്തിന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെ വലിയ ഭാഗ്യത്തിന് നടുവിലൂടെ നടന്നു വന്ന വ്യക്തിയാണെങ്കിലും ജ്ഞാനവും ഉപദേശവും ഇല്ലെങ്കിൽ വലിയ ദൗർഭാഗ്യത്തിലും വലിയ തകർച്ചയിലും കണ്ണുനീരിലും അത് ചെന്ന് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രഭാഷകൻ 20:9, ദൗർഭാഗ്യം ഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും മാറാം. വചനം നമുക്ക് ഏറ്റു പറയാം, ദൗർഭാഗ്യം ഭാഗ്യമായും ദൗർഭാഗ്യം ഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും മാറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മർക്കടമുഷ്ടി സ്വഭാവം, താൻ തോന്നിത്തം, എനിക്ക് മീതെ ആരുമില്ല, എന്നെ ആരും പഠിപ്പിക്കേണ്ട വിമത സ്വഭാവം, എതിർപ്പിന്റെയും മല്ലടിക്കുന്നതിന്റെ പ്രകൃതങ്ങള്, ഒരു കൂസലില്ലാത്ത പ്രകൃതം, ഒരു പ്രത്യേക തരത്തിലെ ശാഠ്യഭാവം, ഇതെല്ലാം മാറി ഒരു തെളിഞ്ഞ ബുദ്ധി നൽകണം. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും ഓരോ കുടുംബാംഗങ്ങളിലേക്കും ഓരോരുത്തരിലേക്കും ഇപ്പോൾ ഒരു അഭിഷേകമായി നിറയണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, അഗ്നിയായി നിറയണമേ. ആത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തി വേദി അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തി വേദി അഗ്നിയയക്കൂ, തകർച്ചയുടെ ശക്തി വേദി അഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ, പാപത്തിൻ ശക്തി വേദി അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തി വേദി അഗ്നിയയക്കൂ, തകർച്ചയുടെ ശക്തി വേദി അഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം 9-ാം തിരുലിഖിതം, ദൗർഭാഗ്യം ഭാഗ്യമായും ഭാഗ്യം ദൗർഭാഗ്യമായും മാറാം. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും.
ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. Praise the Lord. Praise the Lord. Amen. 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 സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയുന്നീ ബലിവേദിയിൽ. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയുന്നീ ബലിവേദിയിൽ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും യേശുവിനോട് പറഞ്ഞ് യേശുവിനോട് ഇടപെട്ട്, യേശുവെ എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ വന്ന് എൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കണമേ. ഹൃദയത്തിൽ എന്തെല്ലാം കാര്യമുണ്ട് അതെല്ലാം പറഞ്ഞ് യേശുവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഇപ്പോൾ സ്പർശിക്കണമേ. രോഗികളെ തൊടണമേ. ബാലിക ബാലന്മാരെ അനുഗ്രഹിക്കണമേ. ഓരോ യുവാവിനും യുവതിനെ അനുഗ്രഹിക്കണമേ. തടസ്സങ്ങൾ മാറ്റണമേ. കണ്ണുനീര് ഒപ്പിയെടുക്കണമേ. കുടുംബ പ്രശ്നങ്ങൾക്ക് ഇടപെടണമേ. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ. കണ്ണുനീര് ഒപ്പണമേ. നെടുവീർപ്പുകൾ അറിയണമേ. ഗന്ധങ്ങൾ ഒപ്പണമേ. തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമകാരുണ്യമേ,